എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്കോലും ഉരുളക്കിഴങ്ങും കൂടിയുള്ള ഒരു കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ മുരിങ്ങക്കോൽ ഏകദേശം 3 ആഴ്ച പഴക്കമുള്ളതാണ്. ഒരു കിച്ചൺ ടവൽ നനച്ച് അതിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച മുരിങ്ങക്കോലാണ് ഇത്. ഇത്രയും ദിവസമായിട്ടും ഇതിൻ്റെ ഫ്രഷ്നെസ് ഒന്നും മാറിയിട്ടില്ല. ഇവിടെ ഒരു 15 മുരിങ്ങക്കോൽ വൃത്തിയാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട്. മൂന്ന് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങക്കോൽ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങക്കോൽ ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് കൂടുതൽ വറക്കേണ്ട ആവശ്യമില്ല. കളർ മാറുന്നതിന് മുമ്പ് എടുക്കണം. മുരിങ്ങക്കോല് കണക്കിന് പാകമായിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഇതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഈ കറിയിലേക്ക് ചേർക്കേണ്ട ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സവോള, 1 ടീസ്പൂൺ കടുക്, 3 പച്ചമുളക്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം. ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇനി അരപ്പുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എടുത്തു വച്ചിരിക്കുന്ന കൂട്ടുകൾ ഓരോന്നായി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ കടുക് കുറച്ച് ചേർത്താൽ മതി. ജീരകം ഇതിലേക്ക് ചേർക്കുന്നില്ല, അത് പിന്നീട് ചേർക്കാനുള്ളതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മോരുകറിക്കൊക്കെ അരച്ചെടുക്കുന്നത് പോലെ നന്നായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. കൂട്ടൊക്കെ റെഡിയായി വന്നപ്പോഴേക്ക് ഉരുളക്കിഴങ്ങും ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വറുത്ത എണ്ണയിൽ തന്നെ എടുത്തു വച്ചിരിക്കുന്ന ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുരിങ്ങക്കായുടെ സീസൺ അല്ലേ, ഇതുപോലെ ഒരു പ്രാവശ്യം കറി വെച്ച് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത്. കൂട്ടൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും മുരിങ്ങക്കോലും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കൂട്ടൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ കറിയൊക്കെ വെന്ത് റെഡിയായിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വെന്തോന്നറിയാൻ ഇതുപോലെ ഒന്ന് മുറിച്ചു നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ കറിയൊക്കെ വെന്ത് റെഡിയായിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ റെസിപ്പി ഷെയറും ചെയ്തു കൊടുക്കണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും ഒന്ന് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും.